ഋതു ഇങ്ങനെ ടെൻഷനൊന്നും ആവണ്ട, ഒക്കെ ഞാൻ സോൾവ് ചെയ്തോളാം. അല്ല, ചടങ്ങ് നടത്തുന്നുണ്ടോ? വർമ്മ സാറും അംബികയും കൂടി കുറച്ച് ആൾക്കാരെ ക്ഷണിച്ചു പോയില്ലേ, അപ്പോ ചടങ്ങ് നടത്താതിരിക്കാൻ പറ്റില്ലല്ലോ. അല്ല, ചടങ്ങെന്ന് പറഞ്ഞാ എന്ത് ചടങ്ങ് നടത്താൻ ഉദ്ദേശിക്കുന്നത്? അതാ എനിക്ക് മനസ്സിലാവാത്ത. എന്നെ എവിടെയൊക്കെ തോൽപ്പിക്കാനും നാണം കെടുത്താനും അവസരം കിട്ടുന്നുണ്ടോ അവിടെയൊക്കെ അംബിക അത് മുതലെടുക്കുന്നുണ്ട്. എനിക്ക് പ്രഗ്നൻസി ഇല്ലെന്ന് അറിഞ്ഞതോടെ അവരെന്തോ ഒരു പ്ലാൻ മനസ്സിൽ കണ്ടിട്ടുണ്ട്. ഗസ്റ്റുകളുടെ മുൻപിൽ വെച്ച് ഈ പ്രശ്നം പറഞ്ഞ് അവര് എന്നെ നാണം കെടുത്തുന്ന എന്റെ പേടി. ഞാൻ ഋതുവിന്റെ ഭർത്താവാവുന്നതിന് മുൻപും ഭർത്താവായതിനു ശേഷവും ഏത് അപകടത്തിൽപ്പെട്ടാലും അവിടെ നിന്നെല്ലാം നിന്നെ ഞാൻ രക്ഷപ്പെടുത്തിയിട്ടില്ലേ? ഞാൻ ചോദിച്ചു കേട്ടില്ലേ? ചോദിച്ചതൊക്കെ ഞാൻ കേട്ടു. പിന്നെന്താ മറുപടി പറയാത്ത? ആ രാജൊന്നും അല്ലല്ലോ ഇപ്പോ എന്റെ മുന്നിൽ നിൽക്കുന്ന. ഞാൻ എത്ര ഹൃദയം തുറന്ന് പറഞ്ഞിട്ടും നിനക്ക് എന്നെ മനസ്സിലാവുന്നില്ല അല്ലേ? രാജു, ഇപ്പൊ ആ പ്രശ്നം ഡിസ്കസ് ചെയ്യാനുള്ള ആ അവസ്ഥയിലല്ല ഞാൻ. എന്റെ മൈൻഡ് സെറ്റല്ല. വന്നു ചേർന്ന ഈ നാണക്കേടിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്ന് എനിക്കറിയേണ്ടത്. അംബികയിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തോ? പിന്നെയും സംശയമാണോ? അംബികയിൽ നിന്നും മാത്രമല്ല, ഏത് ശത്രുക്കളിൽ നിന്നും ഈ രാജു എന്റെ ഋതുവിനെ രക്ഷപ്പെടുത്തും. ഭാര്യയെ സംരക്ഷിക്കാനുള്ള കരുത്തും ഉറപ്പുള്ള വാക്കുകളും കൊണ്ട് കെട്ടിയ താലിയ നിന്റെ കഴുത്തില് ഞാൻ ഇട്ടിരിക്കുന്നത്. അത് പലപ്പോഴും നീ തിരിച്ചറിയാതെ പോകുന്നത് എന്റെ തെറ്റല്ല. ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, ഋതുവിന് ഒരു ടെൻഷനും വേണ്ട, എല്ലാം ഞാൻ നോക്കിക്കൊള്ളാം. ഋതു ഒരു തെറ്റും ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്യാത്തവര് വിഷമിക്കേണ്ട കാര്യവുമില്ല. നീ ധൈര്യമായിട്ടിരിക്കുക. നീ ഇപ്പോ സുഖമായിട്ട് കിടന്നുറങ്ങാൻ നോക്ക്. നിന്റെ വൈഫിനെ ഒറ്റയ്ക്കാക്കിട്ടാണോ നീ ഇങ്ങോട്ട് വന്നേ? അവള് കുറച്ചാനും ഒറ്റയ്ക്കിരിക്കട്ടെ. എന്താടാ, അവളുമായിട്ട് വല്ല വഴക്കിലും ആണോ? ഞങ്ങള് തമ്മിൽ നല്ല ബോണ്ടല്ലേ. ബോണ്ടേ ആയാലും പരിപ്പോടെ ആയാലുവേ കുഴപ്പമൊന്നുമില്ല, അങ്ങോട്ട് കഴിഞ്ഞാ മതി. അല്ലമ്മേ, നാളെ ഈ രാജു എന്ത് ബുദ്ധി ഉപയോഗിച്ചാ ഫംഗ്ഷൻ നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്നത്? എന്ത് ബുദ്ധി? എടാ, നാണം കെടാനുള്ളവരെ നാണം കെടുക തന്നെ ചെയ്യും. അതല്ല അമ്മേ, ഈ ഗസ്റ്റുകളൊക്കെ വിളിച്ച് ഫംഗ്ഷൻ നടത്തുന്നതിന് ഒരു റീസൺ വേണ്ടേ? വേണം. അതിന് എന്ത് റീസണാവും പറയാൻ പോകുന്നേ? എന്ത് റീസൺ? ഒരു റീസണും ഉണ്ടാവില്ല. അതെ, അംബികയോട് അവൻ ഏറ്റുമുട്ടുന്നേ. എടാ, നീ നോക്കിക്കോ, അവൻ നാളെ എന്തു ബുദ്ധി ഉപയോഗിച്ചും ഫംഗ്ഷൻ നടത്തി പ്രതാപനെ പ്രീതിപ്പെടുത്താൻ നോക്കിയാലും അവനെ ഞാൻ പൊളിച്ചെടുക്കും. അല്ല അമ്മ, എന്ത് പ്ലാനാ മനസ്സിൽ കണ്ടിരിക്കുന്നത്?